ഒരു പുത്തരിയല്ല. വോട്ട് ചെയ്യാൻ ആളില്ലെങ്കിലും ആൾബലം കാണിക്കാൻ ഞങ്ങൾക്ക് ആളുകളുണ്ടെന്നായിരിക്കും BJP ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫോൺ എടുത്ത് വിളിക്കേണ്ടതേയുള്ളൂ. ആളുകൾ റെഡി. സംഭവം മറ്റൊന്നുമല്ല. സന്ദീപ് വാര്യർ ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരതിൽ ഇന്ദിരാ ഭവനിലേക്കുള്ള യാത്രയിൽ കൂടെ പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും അതേ ട്രെയിനിൽ BJP സംസ്ഥാന പ്രസിഡന്റും റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് സന്ദീപ് വാര്യർ കണ്ടത് BJPയുടെ നിരവധി പ്രവർത്തകരെ. BJP സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുന്നതാണോ ഇവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ആദ്യമേ പറഞ്ഞത്, വോട്ട് ചെയ്യാനേ ആളില്ലാത്തതുള്ളൂ എന്ന്. കേവലം ഒരു പ്രാദേശിക നേതാവായ സന്ദീപ് വാര്യരെ അതേ ട്രെയിനിൽ ഉണ്ടെന്ന് കണ്ട് ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക? BJP പ്രവർത്തകരെ വിളിച്ചു വരുത്താൻ കാണിച്ച അദ്ദേഹത്തിന്റെ കർമ്മകുശലത പാലക്കാട് കാണിച്ചിരുന്നുവെങ്കിൽ തോൽവിയുടെ ആഘാതം കുറച്ചുകൂടെ കുറയ്ക്കാമായിരുന്നുവെന്ന് സന്ദീപ് വാര്യരും. ഏതായാലും നന്നായിട്ടുണ്ട്. അങ്ങനെയെങ്കിലും BJP സംസ്ഥാന പ്രസിഡന്റ് സഹപ്രവർത്തകരെ ഓർക്കുന്നുണ്ടല്ലോ. ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും തന്നെ ഭയക്കുകയാണോ K സുരേന്ദ്രൻ എന്നും സന്ദീപ് വാര്യർ. സന്ദീപിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് INTUC പ്രവർത്തകർ സ്ഥാപിച്ച ബോർഡ് നശിപ്പിച്ചതിനു പിന്നിൽ BJP ആണോ? പടപേടിച്ച് പാലക്കാട്ട് നിന്നോടി പന്തളത്തു പോയപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്നതാണ് BJPയുടെ അവസ്ഥയെന്നും പന്തളം മുനിസിപ്പാലിറ്റിയിൽ BJP നേരിടുന്ന ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയുമായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായിരുന്ന C കൃഷ്ണകുമാരനായിരുന്നു പന്തളം മുനിസിപ്പാലിറ്റിയുടെ സംഘടനാ ചുമതല. അതിനാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണെന്നും സന്ദീപ് വാര്യർ. എന്തായാലും പരസ്പരം ചളി വാരിയെറിയുന്നതിൽ ഇവർ തമ്മിൽ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ പാഴാക്കുന്നില്ല എന്നത് വാസ്തവം. മാരാർജി ഭവനിലെത്തി K സുരേന്ദ്രനിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച് CPM വിട്ട മധു മുല്ലശ്ശേരിയും മകനും. സന്ദീപ് വാര്യർക്ക് ഇന്ദിരാ ഭവനിൽ സ്വീകരണം. ഏതായാലും കളം മാറ്റി ചവിട്ടൽ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്.